ഹലോ കൂട്ടുകാരെ, ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ അമ്പലത്തിൽ പോയ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയതാട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അതിന് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ടോ ഞാൻ അവിടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയണ അമ്പലം തന്നെയാണ് കേട്ടോ, മണ്ണൂർ ശിവക്ഷേത്രം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ തൊഴുത് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചത് കേട്ടോ. നല്ല അടിപൊളി പുരാതനമായ ഒരു അമ്പലമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ പുണ്യവെള്ളവും പ്രസാദവും കാര്യങ്ങളൊക്കെ ഞാനൊരു കവറിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കുളത്തിയിട്ടിട്ട് അങ്ങോട്ട് പോവാമല്ലോ. അപ്പോൾ അതാ സിനുവേട്ടനും നന്ദമോളും മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് നമുക്കൊരു കുഞ്ഞ് ഷോർട്സ് ഇട്ട് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ അത് അവിടെ വെച്ചിട്ട് ഒന്ന് തൊഴാൻ പോയി വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് കവറൊക്കെ എടുത്ത് നേരെ ഇങ്ങനെ വരികയാണ്. ഞാൻ നടന്നു വരുന്നത് കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്, ഗുണ്ടകൾ വരുന്ന പോലെ ഇല്ലേ. അപ്പോൾ ഇത് നമ്മളെ എന്താണ് പറയുക, കിഴക്ക് വശമാണ് കേട്ടോ മണ്ണൂരമ്പലത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ആൽത്തറയൊക്കെ ചിലവർക്കൊക്കെ ഓർമ്മയുണ്ടാവും കേട്ടോ. അവിടെ നാരായം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അത് 10 തൊട്ടായിട്ടാണ് പറയുന്നത്. പല ഷോർട്സിലും പറയലുണ്ട് ഈ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ടൊക്കെ പോകാൻ വിചാരിച്ചു. കാരണം വീട്ടിൽ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇനി പോയിട്ട് ഭക്ഷണത്തിൻ്റെ പരിപാടി മാത്രമേ നോക്കാനായിട്ടുള്ളൂ ഇനി കേട്ടോ. ഇപ്പോൾ ഇരുന്ന് അതുമോളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ആ മഞ്ഞ ചുരിദാർ ഇട്ട കുട്ടി എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പറല്ലേ. അങ്ങനെ ഞങ്ങൾ ഇരുന്നത് ഒരാൾ വട്ടം കറങ്ങി വീഴാനൊക്കെ പോയി. അപ്പോൾ അതും കൂടി ഞാൻ അങ്ങോട്ട് ഷോർട്സിലൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ ഒരാളിവിടെ ചെരുപ്പിടുന്നുണ്ട്. ചെരുപ്പിട്ടിട്ട് ഇനി എനിക്ക് ചെരുപ്പിടണം, നന്ദമോൾക്ക് ചെരുപ്പിടണം. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഭംഗിയാണ് പിറകിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ശിവൻ്റെ പ്രതിഷ്ഠ പടിഞ്ഞാറേക്കാണ് കേട്ടോ തിരിഞ്ഞിരിക്കുന്നത്. ഇത് കിഴക്ക് വശമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടിയാണ് കേട്ടോ കയറുക. ഏത് വശത്തൂടെ വേണമെങ്കിലും നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നടന്ന് വരികയാണെങ്കിൽ വീട്ടിൻ്റെ അവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. നേരെ റോട്ടും കൂടെ വരാൻ വിചാരിച്ചു. അപ്പോൾ ഒരാൾ ചെരുപ്പൊക്കെ അവിടെ കയറി ഇരുന്നിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കാരണം പോയിട്ട് അത്യാവശ്യം നല്ല പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ വരണം എന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് അത് സാധിച്ചത്. അതുകൊണ്ട് തന്നെ വന്നിട്ട് വേഗം പോകണമെന്നില്ല, സാവധാനത്തിൽ പോകുന്നുണ്ട്. എന്തായാലും എന്നും വീട്ടിലെ പണികൾ നമ്മൾ എടുത്താലും അങ്ങോട്ട് തീരും എന്ന് വിചാരിക്കും, തീരൂല. പക്ഷേ അതവിടെ ഇട്ടിട്ട് ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് അത്യാവശ്യം കുറച്ച് പണി കഴിച്ചിട്ടുമാണ് വന്നത്. അപ്പോൾ ഇനി നേരെ പോവാണ് ഗൈസ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ റോഡ് മുഖേന വീട്ടിലേക്ക് ഒരു വെച്ച് പിടിക്കൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ ബൈ, സീ യു, ബൈ.